പറഞ്ഞോള്. അങ്ങനെ ചെറുതായിട്ടൊരു ഓപ്പണിംഗ് കൊടുക്കാൻ നല്ല രീതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യാതിരിക്കുന്നു. കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്റെ ഒരു സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരുന്നു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് വാഴറ്റൂർ അഭിനയിച്ചു. അപ്പൊ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സൊക്കെ കൂടി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടിന് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു. വാഴയിലെ ക്യാരക്ടർ അഭിനയിച്ചായി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. സിനിമ എന്നാലും ഹിറ്റ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇൻസ്റ്റ ഒരു പോസ്റ്റ് ഇട്ടു. അതിന് എന്റെ കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് അതിനകത്ത് ഉണ്ടായത് കുറെ അനുഭവം ഉണ്ടായി. ഞാൻ ട്രിവാൻഡ്രത്ത് വായിക്കായിരുന്നു. അപ്പൊ ഒരു ഷോപ്പിൽ വെച്ചിട്ട് ഒരു കുഞ്ഞുകുട്ടിനെ കണ്ടത് തന്നെ കരയണ ചേച്ചി പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ആൾക്കാരായാലും കാണുമ്പോൾ ഇങ്ങനെ അവരെയൊക്കെ ചതിച്ചല്ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് രണ്ട് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു അവസരമല്ലേ, അത് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഇനി നല്ല നല്ല അവസരങ്ങൾ ഉണ്ടെങ്കിൽ ബ്ലസ് ചെയ്യുകയും ചെയ്ത ഒരു കൈൻഡ് ഓഫ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. വേറെ കൈൻഡ് ഓഫ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് നമുക്ക് അടുത്ത് പരിചയമുള്ളവരാട്ടോ. കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളല്ലേ, അതെന്താ അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കറിയില്ല ഞാൻ അവരെന്നെ ഏത് ലെവലിൽ ചിന്തിച്ചു വെക്കുന്നത് എനിക്കറിയില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നതല്ല, ഈ അഭിപ്രായങ്ങളുടെ ഇടയിൽ ഞാൻ നേരിടുന്ന ചില പ്രശ്നങ്ങൾ പറയാൻ വന്ന പ്രശ്നങ്ങളല്ല. ചേച്ചിക്ക് ആ ഒരു വാഴ ടൂവിലൊരു ഒരു കാറ്റഗറിയിൽ ചേച്ചിനൊക്കെ കൂടുതൽ സന്തോഷത്തിൽ ഞാനാണ്. സീരിയസ് മനസ്സിലാണെന്നൊക്കെ പറയണോ അത് അങ്ങനെ കമന്റ് ഇടട്ടോ. മനസ്സ് കൃഷ്ണപ്രിയ ഇത് ആദ്യം 213 വ്യൂവേഴ്സ് ഉണ്ടാവും. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞു. ഇതിപ്പോ വാഴ ടൂർ അഭിനയിച്ചോണ്ട് മാത്രമല്ല, അത് ഇത്തിരി കൂടിയുള്ളൂ. മറിമായം ചെയ്യുമ്പോൾ മുതൽ ഉപ്പുമുളക് ചെയ്യുമ്പോൾ മുതൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് നേരം മോളെ വാഴ ടൂവിലെ മോളെ കണ്ടു. മോളെ 5 പ്രാവശ്യം ചെയ്യും ഹോട്ട്സ്റ്റാറിൽ വാഴ ടൂർ. മോളെ നല്ല മറിമായം എപ്പോഴും പറ്റും, നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും. ഹായ്, ഇതാണ് എനിക്ക് കിട്ടുന്ന റിയാക്ഷൻ. എനിക്കറിയില്ല എന്നാരും എന്താ മൈൻഡ് ചെയ്യാൻ. അല്ലല്ല, മൂത്ത പിള്ളേർക്ക് ഇളയ പിള്ളേർക്കുള്ള ഡിഫറൻസ് ആണ്. അതൊരു കാര്യം. ഇതൊക്കെ മൈക്കൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പറയണമെങ്കിൽ ക്ലാസ് തോന്നുന്നെങ്കിൽ എനിക്കൊരു പരിചയമൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞൂടാ ഈ സെറ്റപ്പ് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞങ്ങളുടെ ഒരു സ്നേഹം നിങ്ങളോട് അറിയിക്കാമെന്ന് തോന്നി. ആരായാലും മൈൻഡ് ഇതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റെ ഇന്റർവ്യൂവിനെ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നെയാ? ഓ, എന്നെ അത്രയുള്ളൂ. ബൈ.